UDF ഗവൺമെന്റ് കേരളത്തിലെ പ്രാദേശിക വികസനത്തെ അട്ടിമറിക്കുന്ന അതീവ ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് 4.5 മാസമായി. ഇതുവരെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കേണ്ട വികസന ഫണ്ടിന്റെ ആദ്യ ഗഡുവോ മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ ആദ്യ ഗഡുവോ അനുവദിച്ചിട്ടില്ല. ഇനി ഈ തുക അനുവദിച്ചു കിട്ടിയാൽ മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവയുടെ പദ്ധതികൾ അന്തിമമാക്കാൻ കഴിയൂ. അതായത് സ്പിൽ ഓവർ പദ്ധതികളുണ്ട്. കഴിഞ്ഞ വർഷം പൂർത്തിയാവാത്ത സ്പിൽ ഓവർ പദ്ധതികൾ കൂടി കൂട്ടിച്ചേർത്ത് പദ്ധതികൾ അന്തിമമാക്കണമെങ്കിൽ ഈ തുക എത്രയാണ് എന്നറിയണം. ജൂലൈ 31 ഉള്ളിൽ DPC അംഗീകാരം, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങണമെന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്, സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ജൂലൈ 31 അംഗീകാരം വാങ്ങണമെങ്കിൽ ഫണ്ട് അലോക്കേഷൻ എത്രയാണെന്ന് അറിയണം. അതിനാവശ്യമായ സോഫ്റ്റ്വെയർ ക്രമീകരണങ്ങൾ നടത്തണം. ഇതൊന്നും ഇപ്പോഴുണ്ടായിട്ടില്ല. അപ്പോൾ ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഓണം കഴിഞ്ഞ ശേഷം മാത്രമേ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അവരുടെ പദ്ധതികൾ അന്തിമമാക്കാൻ കഴിയൂ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ സാമ്പത്തിക വർഷത്തെ 6 മാസം നഷ്ടപ്പെടുകയാണ്. പദ്ധതി നിർവഹണത്തിന് 6 മാസമാണ് നഷ്ടപ്പെടുന്നത്. മാർച്ച് 31 കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിച്ചു. ഏപ്രിൽ 1 പുതിയ സാമ്പത്തിക വർഷം തുടങ്ങി. ഇപ്പൊ 4.5 മാസം പിന്നിട്ടു. ഫണ്ട് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇനി ഈ നടപടിക്രമങ്ങളെല്ലാം ആയി വരുമ്പോഴേക്കും ഓണം കഴിയും. കാരണം ഓഗസ്റ്റ് മാസത്തിൽ വലിയ അവധിയാണ്, ഒരുപാട് ദിവസങ്ങൾ അവധിയായിട്ടും പോകും. 5 or 6 മാസം മാത്രമാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിന്, പദ്ധതികളുടെ നിർവഹണത്തിന് ലഭിക്കുക. LDF സർക്കാരിന്റെ കാലത്ത് ആണ് ജനുവരിയിൽ തന്നെ അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണം നടത്തണമെന്ന് തീരുമാനിച്ചതും അത് നടപ്പാക്കിയതും. അതായത് തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണം ജനുവരിയിൽ നടത്തണം. മാർച്ച് 31 DPC അംഗീകാരം വാങ്ങി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കണം. എന്തിനു വേണ്ടിയാണ്? ഏപ്രിൽ 1 സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ പദ്ധതി നിർവഹണം തുടങ്ങാൻ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 12 മാസം ഒരു സാമ്പത്തിക വർഷം പൂർണ്ണമായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കിട്ടും. പദ്ധതികൾ കാര്യക്ഷമമായിട്ട് നിർവഹിക്കാൻ പറ്റും. ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കാൻ പറ്റും. അത് LDF സർക്കാരിന്റെ കാലത്ത് കൃത്യമായിട്ട് നടന്നു വരികയായിരുന്നു. വലിയ സാമ്പത്തിക ഞെരുക്കം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചപ്പോഴും കേരളത്തിനുള്ള നികുതി വിഹിതം ഉൾപ്പെടെ വെട്ടിച്ചുരുക്കിയപ്പോഴും ഒന്നും ആ സാമ്പത്തിക ഞെരുക്കം തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽ LDF ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിരുന്നില്ല. കേന്ദ്രം സംസ്ഥാന സർക്കാരിന് മേൽ അന്ന് അടിച്ചേൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിച്ചുരുക്കി പരിഹരിക്കാനുള്ള ശ്രമമല്ല നടത്തിയത്. വെട്ടിച്ചുരുക്കിയില്ല എന്ന് മാത്രമല്ല, ഓരോ വർഷവും 0.5% വീതം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇപ്പോ UDF സർക്കാരിന്റെ കാലത്ത്, പഴയ UDF സർക്കാരിന്റെ കാലത്ത് 2010-11 തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് പദ്ധതി അടങ്കലിന്റെ 20.45% LDF സർക്കാർ പടിപടിയായി വർദ്ധിപ്പിച്ച് 0.5% വീതം വർദ്ധിപ്പിക്കണം എന്നത് 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശയായിരുന്നു. അത് അംഗീകരിച്ച് വർദ്ധിപ്പിച്ച് ഇപ്പൊ 28.50% ഉയർത്തി. എന്നാൽ ഈ UDF ഗവൺമെന്റ് ആദ്യ ബജറ്റിൽ, ധനകാര്യമന്ത്രി മുഖ്യമന്ത്രി തന്നെയാണല്ലോ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബജറ്റിൽ ചെയ്തത് 1533.5 കോടി രൂപ വെട്ടിക്കുറയ്ക്കലാണ്. അതായത് LDFിലെ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ നീക്കിവെച്ചതിനേക്കാൾ 1533.5 കോടി രൂപ ജൂൺ മാസം 19 അവതരിപ്പിച്ച ബജറ്റിൽ ശ്രീ VD സതീശൻ വെട്ടിക്കുറച്ചു.
തുക വെട്ടിക്കുറച്ചെന്ന് മാത്രമല്ല ആദ്യ ഗഡു ഇതുവരെ കൊടുത്തിട്ടില്ല. ഇത് വളരെ ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബോധപൂർവമാണ് ഇത് ചെയ്യുന്നത്. മുഖ്യമന്ത്രിയുടെ വകുപ്പാണ് പണം കൊടുക്കേണ്ടത്, ധനകാര്യ വകുപ്പ്. ബോധപൂർവം മുഖ്യമന്ത്രി പണം കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താ കാരണം? 1533 കോടി വെട്ടിക്കുറച്ചു. ഇനി പദ്ധതി വിനിയോഗത്തിന് 6 മാസം മാത്രമേ കിട്ടൂ എന്ന് പറഞ്ഞാൽ അനുവദിച്ച ഫണ്ട് പോലും ചെലവാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയാതെ വരും. അപ്പൊ സർക്കാരിന്, ധനകാര്യ വകുപ്പിന് വലിയ തോതിൽ ഇതിൽ നിന്ന് ലാഭിക്കാം, പണം കൊടുക്കാതിരിക്കാം. അതിനു വേണ്ടിയിട്ടാണ്. കാരണം 6 മാസം കൊണ്ട് എങ്ങനെയാണ് ഒരു കൊല്ലത്ത് പദ്ധതി നിർവഹണം നടത്തുക? അത് ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ധനകാര്യ കമ്മീഷന്റെ 2 ധനകാര്യ കമ്മീഷനുകളുടെ ആദ്യ വർഷമാണിത്. ഒന്ന് 16ാം സെൻട്രൽ ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കേണ്ട ആദ്യത്തെ വർഷമാണിത്. അതുപോലെ 7ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെയും ശുപാർശകൾ നടപ്പാക്കേണ്ട ആദ്യത്തെ വർഷമാണ്. ഒരു വലിയ പ്രശ്നം ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട്. 16ാം കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശ വന്നപ്പോ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്കും ഒക്കെയുള്ള വിഹിതം ഗണ്യമായി വെട്ടിച്ചുരുക്കുകയും പകരം മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുള്ളത് വലിയ തോതിൽ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കേരളത്തിലെ ഗ്രാമീണ തദ്ദേശ സ്ഥാപനങ്ങളെ വളരെ ദോഷകരമായിട്ട് ബാധിക്കും. വലിയ അസന്തുലിതാവസ്ഥ വരും. അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഒരു സപ്ലിമെന്ററി റിപ്പോർട്ട് കൊടുത്തു. ജൂൺ 2-ാം തീയതി കൊടുത്തതാണ്. ആ സപ്ലിമെന്ററി റിപ്പോർട്ട് അസംബ്ലിയുടെ മേശപ്പുറത്ത് വെക്കേണ്ടതാണ്. അസംബ്ലി സമ്മേളനം കഴിഞ്ഞു, ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അസംബ്ലിയുടെ മേശപ്പുറത്ത് വെച്ചില്ല ആ സപ്ലിമെന്ററി റിപ്പോർട്ട്. കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത്. തദ്ദേശ വകുപ്പും മുഖ്യമന്ത്രിയും കുറ്റകരമായിട്ട് അനാസ്ഥയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അസംബ്ലി സമ്മേളനം എപ്പോഴാണ് ചേരുക? ഇനി അസംബ്ലി സമ്മേളനം ചേരുന്നത് ഒക്ടോബർ മാസത്തിലോ മറ്റോ ആയിരിക്കും. അപ്പൊ അസംബ്ലിയുടെ മേശപ്പുറത്ത് വെച്ച് സപ്ലിമെന്ററി റിപ്പോർട്ട് വെക്കേണ്ടതിന് പകരം അതിന് വേണ്ടത്ര സാവകാശം ഉണ്ടായിട്ടും അത് വെച്ചില്ല. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വരുത്തിയ ക്രമീകരണം, മറ്റത് അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ വരുത്തിയ ക്രമീകരണ പ്രകാരമുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല. നടപടി സ്വീകരിക്കേണ്ടത് ആരാണ്? ധനകാര്യ വകുപ്പാണ്. മുഖ്യമന്ത്രി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ധനകാര്യ വകുപ്പ്. അതിൽ ഇടപെടേണ്ടത് ആരാണ്? തദ്ദേശ വകുപ്പാണ്. ലീഗിന്റെ മന്ത്രിയാണ് തദ്ദേശ വകുപ്പിന്റെ മന്ത്രി. നോക്കൂ, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ 1200 തദ്ദേശ സ്ഥാപനങ്ങൾ ഇന്ന് നിശ്ചലാവസ്ഥയിലാണ്, പരിപൂർണമായ സ്തംഭനത്തിലാണ്. അത് ജനങ്ങളെ ബാധിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണത് ജനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാ വികസനക്ഷേമ പ്രവർത്തനങ്ങളും സ്തംഭിച്ചതിലൂടെയാണ് അത് ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ അട്ടിമറിച്ചിട്ടുള്ളത്. അംഗനവാടി പോഷകാഹാര വിതരണം, അംഗൻവാടികളിലെ പോഷകാഹാര വിതരണം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. പാലിയേറ്റീവ് പ്രവർത്തനം പൂർണ്ണമായിട്ട് നിലച്ചിരിക്കുകയാണ്. ബഡ് സ്കൂളുകൾക്ക് ഈ ഫണ്ട് കിട്ടാത്തത് കൊണ്ട് ബഡ് സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും വേതനം, കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനത്തിന്റെ പൈസ, ഭക്ഷണത്തിന്റെ പൈസ ഒന്നും കൊടുക്കാൻ നിർവാഹമില്ലാത്ത സ്ഥിതിയാണ്. ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ്. ഹോസ്പിറ്റലുകളിൽ ഡോക്ടർ, ഫാർമസിസ്റ്റ് എന്നിവരെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. LDF സർക്കാരിന്റെ കാലത്താണ് ഉച്ചയ്ക്ക് 1 മണി വരെ ഡോക്ടറെ അനുവദിച്ചിരുന്നതിന് പകരം ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ശേഷം ഈവനിങ് OP തുടങ്ങാൻ തീരുമാനിച്ചത് LDF സർക്കാരാണ്. അതിനുവേണ്ടി ഡോക്ടറെയും ഫാർമസിസ്റ്റിനെയും അധികമായി വെക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുത്തത് LDF സർക്കാരാണ്. ഇപ്പൊ ഈവനിങ് OP മുടങ്ങിയിരിക്കുകയാണ്. എല്ലായിടത്തും ഈവനിങ് OP മുടങ്ങിയിരിക്കുക. കാരണം ശമ്പളം കൊടുക്കാനില്ല. ശമ്പളം കൊടുക്കാനില്ലാതെ വന്നതോടുകൂടി ഡോക്ടർമാരും ഫാർമസിസ്റ്റുകളൊക്കെ ജോലി ഉപേക്ഷിച്ച് പോയി. മാസം 4.5 കഴിഞ്ഞല്ലോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലൈഫിന്റെ തുടർഗഡുക്കൾ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. 1,07,000-ഓളം ആളുകൾ വീട് പൊളിച്ചിട്ട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ലൈഫിന്റെ തുടർഗഡു കൊടുക്കണമെങ്കിൽ ഓരോ തദ്ദേശ സ്ഥാപനവും 20% ലൈഫ് വീതം
അവരുടെ വികസന ഫണ്ടിന്റെ, സർക്കാർ കൊടുക്കുന്ന വികസന ഫണ്ടിന്റെ 20% ലൈഫിന് നീക്കിവെക്കേണ്ടതാണ്. എങ്ങനെ നീക്കിവെക്കും? ഫണ്ട് കൊടുക്കാതിരുന്നാൽ എങ്ങനെ നീക്കിവെക്കാൻ കഴിയും? അപ്പൊ വീട് പൊളിച്ചിട്ടുള്ളവർ ഈ ഗഡു കിട്ടാതെ വലയുകയാണ്. ആകെ അല്പമെങ്കിലും ആശ്വാസം സംസ്ഥാന സർക്കാർ, LDFന്റെ കാലത്ത് സംസ്ഥാന സർക്കാർ വായ്പ എടുത്തു കൊടുക്കുന്ന തുകയുണ്ട്. ഞങ്ങള് അധികാരം ഒഴിയുന്നതിന് മുമ്പ് തന്നെ ഹഡ്കോയിൽ നിന്ന് 1500 കോടി രൂപ വായ്പ എടുത്ത് ലഭ്യമാക്കിയിരുന്നു. അതുകൊണ്ട് ആ വായ്പാ ഗഡു ഇപ്പൊ കൊടുക്കുന്നുണ്ട്. വായ്പാ ഗഡു കൊടുക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. 1500 കോടി സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടിയോടുകൂടി വായ്പയെടുത്ത് KURDFC എന്ന തദ്ദേശ വകുപ്പിന്റെ ധനകാര്യ സ്ഥാപനം മുഖേന എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ലഭ്യമാക്കി. അതുകൊണ്ട് ആ വായ്പാ ഗഡു മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. തദ്ദേശ സ്ഥാപനത്തിന്റെ ഗഡു കൊടുക്കാൻ പറ്റുന്നില്ല. അത് കൊടുക്കണമെങ്കിലോ ഗവൺമെന്റിന്റെ ഫണ്ട് കൊടുക്കണം, വികസന ഫണ്ടിന്റെ ആദ്യ ഗഡു കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ സാർവത്രികമായിട്ടുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് UDF ഗവൺമെന്റ്. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം ജയിച്ചത് ഇവരാണല്ലോ. ഞാൻ സംസാരിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല. കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന UDFന്റെ കൂടി തദ്ദേശ ഭരണ സമിതികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അവർക്കാർക്കും ആക്ഷേപമില്ലേ? ഇപ്പൊ ആരും പ്രമേയം പാസാക്കി അയക്കുന്നില്ലല്ലോ. ആരും പ്രമേയം പാസാക്കിയിട്ട് അയക്കുന്നില്ലല്ലോ സംസ്ഥാന ഗവൺമെന്റിന്. ലീഗിന്റെ മന്ത്രിയല്ലേ തദ്ദേശ വകുപ്പിന്റെ മന്ത്രി. ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇത് വല്ലതും അവരെ ബാധിക്കുന്നുണ്ടോ? ലീഗ് നട്ടല് VD സതീശന് പണയപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ള ഒരു മന്ത്രിക്ക് ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? 4.5 മാസമായിട്ട് ഒരു നടപടിയും ഒരു ഗവൺമെന്റ് സ്വീകരിക്കാതിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി അടിയന്തരമായി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സപ്ലിമെന്ററി റിപ്പോർട്ട് കൊടുത്തിട്ട് അതൊന്ന് അസംബ്ലിയിൽ വെക്കാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു സർക്കാരാണത്? എന്തൊരു സർക്കാരാണ്? സോഫ്റ്റ്വെയറിൽ വേണ്ട ക്രമീകരണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല. അതിന് വാലിഡേഷൻ നടത്തിയിട്ടില്ല. എന്താണ് ഇവരുടെ മുൻഗണന? മുൻഗണന എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ബക്കാഡിയുടെ ഫയല് 3 ദിവസം കൊണ്ട് പൊങ്ങിയല്ലോ. 3 ദിവസം കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി അംഗീകാരം കൊടുത്തു, ബജറ്റിൽ വെച്ച് പ്രഖ്യാപിച്ചല്ലോ മദ്യ കമ്പനിക്ക് നികുതി ഇളവ് കൊടുക്കാനുള്ളത്. അപ്പൊ മുൻഗണന അതാണ്. ലീഡർ നിയമനം, RSSകാരെ മുഴുവൻ ലീഡർമാരായിട്ട് നിയമിക്കാൻ ചടുലമായിട്ട് ഫയൽ നീങ്ങിയല്ലോ. അപ്പൊ അതൊക്കെയാണ് മുൻഗണന. കേരളത്തിൽ അംഗൻവാടി കുട്ടികളുടെ പോഷകാഹാര വിതരണം മുടക്കിയ, ആശുപത്രികളുടെ ഡോക്ടർ ഫാർമസിസ്റ്റുകൾക്ക് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ലാതെ ഈവനിംഗ് OPകൾ മുടക്കിയ, ബഡ് സ്കൂളിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കിയ ഈ പ്രതിസന്ധി സൃഷ്ടിച്ചത് UDF ഗവൺമെന്റ്. പ്രധാനമായിട്ട് മുഖ്യ ഉത്തരവാദിത്വം ധനകാര്യമന്ത്രിക്കും, രണ്ടാമത്തെ ഉത്തരവാദിത്വം തദ്ദേശ വകുപ്പ് മന്ത്രിക്കാണ്. തദ്ദേശ വകുപ്പ് മന്ത്രി, അതിന് നേതൃത്വം കൊടുക്കുന്ന ലീഗ്, അവർ വാ തുറന്ന് ആവശ്യപ്പെടണ്ടേ? മാസം 4.5 കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഈ ഫണ്ട് അനുവദിക്കാത്തത് എന്ന് വാ തുറന്നൊന്ന് ആവശ്യപ്പെടണ്ടേ? അതിന് പോലും നട്ടല്ലില്ലാതായോ? ലീഗിനെ ലോകകപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ സ്പെയിൻ മെസ്സിയെ പൂട്ടിയതുപോലെ പൂട്ടിയിട്ടിരിക്കുകയാണ്. സ്വന്തം വകുപ്പിന്റെ കാര്യത്തിൽ ഇത്ര ഗുരുതരമായിട്ടുള്ള അവഗണന മുഖ്യമന്ത്രി കാണിച്ചിട്ട് ഒരക്ഷരം മിണ്ടാനോ ഈ ഫണ്ടൊന്ന് വാങ്ങിക്കൊടുക്കാനോ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഈ ഫണ്ട് വാങ്ങിക്കൊടുക്കേണ്ടത് തദ്ദേശ വകുപ്പല്ലേ? അതിനാവശ്യമായ ഇടപെടൽ നടത്തണ്ടേ? സമ്മർദ്ദം ചെലുത്തണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അവർക്ക് വേണ്ടി കൂടിയാണ് സംസാരിക്കുന്നത്. എനിക്കറിയില്ല, ഇനിയിപ്പോ തദ്ദേശ മന്ത്രി, വൈദ്യുത മന്ത്രി പറഞ്ഞതുപോലെ മഴ പെയ്യാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞതുപോലെ ഫണ്ട് കിട്ടാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. VD സതീശന്റെ മുമ്പിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയോ യാചിക്കുകയോ ചെയ്യാനെങ്കിലും ലീഗിന്റെ തദ്ദേശ മന്ത്രി തയ്യാറാവുമോ? അതോ ഇനി കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരോടെല്ലാം പോയിട്ട് പ്രാർത്ഥിക്കാൻ പറയൂ? എന്തൊരു അനാസ്ഥയാണിതെന്ന് ആലോചിച്ച് നോക്കൂ. സാമ്പത്തിക വർഷത്തിന്റെ പകുതിയായിട്ടും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കൊടുക്കുന്നില്ല. കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമാണ് പ്ലാനിംഗ് ബോർഡിനെ തിങ്ക് ടാങ്ക് ആക്കാൻ തീരുമാനിച്ചത്.
അതും അധികാര വികേന്ദ്രീകരണത്തെ വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഞാനിപ്പോൾ എല്ലാം പറയുന്നില്ല. ഫണ്ടിന്റെ പ്രശ്നം അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. തദ്ദേശ സ്ഥാപനങ്ങളെ നിശ്ചലമാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രാദേശികമായ വികസനത്തെ, ക്ഷേമ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് അട്ടിമറിച്ചിരിക്കുകയാണ്. ഇത്രയും ഗുരുതരമായൊരു സ്തംഭനാവസ്ഥ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണത് മാധ്യമങ്ങൾക്ക് വാർത്തയാവാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. അംഗൻവാടി പോഷകാഹാര വിതരണവും ബഡ് സ്കൂളിന്റെ പ്രവർത്തനവും ആശുപത്രികളുടെ പ്രവർത്തനം, പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ പ്രവർത്തനമൊക്കെ അവതാളത്തിലായത് 6 മാസം ഇതിനു മുമ്പ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇനി പൂട്ടി താക്കോലുമായിട്ട് പോകുന്നതല്ലേ ഇപ്പൊ നല്ലത്? ഒന്നും ചെയ്യാനില്ലല്ലോ. സർക്കാർ അവകാശപ്പെടുന്നത് ഈ കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുത്താൽ മുൻകാലത്ത് ഇതേ കാലയളവിനേക്കാൾ കൂടുതൽ സാമ്പത്തിക വരവ്, സാമ്പത്തിക നില ഭദ്രമായി എന്നൊക്കെയാണ്. കൂടുതൽ വരവുണ്ടായി, നികുതിയുണ്ടായി, കൂടുതൽ മിച്ചമുണ്ടായി എന്നൊക്കെയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അല്ല, അത് LDF സർക്കാരിന്റെ മികവാണ്. കാരണം ഇന്നിപ്പോ കണക്ക് കണ്ടു, ആദ്യ പാദത്തിൽ 33,000 കോടി ട്രഷറിയിലെത്തി എന്ന് കണക്കുണ്ട്. 33,000 കോടി ആദ്യ പാദം എന്ന് പറഞ്ഞ ഏതാ? ഏപ്രിൽ, മെയ്, ജൂൺ. അതെന്തായാലും UDF വന്നിട്ട് ഉള്ളതല്ലല്ലോ. കാരണം സത്യപ്രതിജ്ഞ തന്നെ നടക്കുന്നത് മെയ് 18-നാണ്. അത് കഴിഞ്ഞിട്ടുള്ള 1 മാസം കൊണ്ടല്ലല്ലോ ഇതുണ്ടാവുന്നത്. അപ്പൊ അത് UDFന്റെ ധവളപത്രത്തിൽ അവകാശവാദത്തെ തന്നെ പൊളിക്കുന്നതും പരാജയപ്പെടുത്തുന്നതുമാണ്. മാത്രമല്ല 6,000 കോടി മിച്ചമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായല്ലോ. LDF അധികാരം ഒഴിയുമ്പോൾ 6,000 കോടി മിച്ചമുണ്ടായിരുന്നു, എന്നിട്ട് അവർ കൊടുക്കുന്നില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത് ബോധപൂർവമാണോ എന്ന്. സാമ്പത്തിക പ്രതിസന്ധിയോ സാമ്പത്തിക നില മോശമായത് കൊണ്ടൊന്നുമല്ല, ബോധപൂർവമാണ്. അല്ല, തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാല് 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ പിന്നെ അവർക്കത് മുഴുവൻ വിനിയോഗിക്കാൻ പറ്റും. വിനിയോഗിക്കാൻ പറ്റിയില്ലെങ്കിലോ സർക്കാരിന് തിരിച്ചെടുക്കാമല്ലോ. അതാണ് ലക്ഷ്യം. എങ്ങനെ പോയാലും പദ്ധതി നിർവഹണം പൂർത്തിയാക്കാൻ പറ്റില്ല. ഒളിച്ചോടീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തി. ആശുപത്രികൾക്കുള്ളിൽ അത്തരം ഒരു പരിപാടി നടത്താൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. നോക്കി, മനുഷ്യന്റെ വിശപ്പിനുള്ളതാണല്ലോ ചോറ്. അപ്പൊ അന്നത്തിൽ പോലും രാഷ്ട്രീയം കാണുന്ന ഒരു നീചമായ മനോഭാവമാണ്. എല്ലാം രാഷ്ട്രീയത്തിന്റെ കണ്ണടയിൽ, കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണടയിലൂടെ, രാഷ്ട്രീയത്തിന്റെ എന്നല്ല കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണടയിലൂടെ കാണുന്ന എത്ര ഇടുങ്ങിയമായിട്ടുള്ള മനോഭാവമാണിത്. അന്നത്തിൽ രാഷ്ട്രീയം കലർത്തുകയാണ്. BJP ഗവൺമെന്റ് അടുക്കളയിൽ ബീഫ് പാകം ചെയ്യുന്നുണ്ടോന്ന് എത്തി നോക്കുന്നത് പോലെ അതിന്റെ മറ്റൊരു മനോഭാവമാണ്. ആളുകൾ വാങ്ങിക്കഴിക്കുന്നത് ആര് തരുന്നതെന്ന് നോക്കിയിട്ടല്ല. എന്തിനാണ് അത് മുടക്കാൻ നടക്കുന്നത്? DYFI കൊടുക്കുന്നു എന്നുള്ളതാണ്. DYFI കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കൊടുക്കില്ല. ആരെങ്കിലും ആക്ഷേപം പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? ഇതുവരെ ആരെങ്കിലും എതിർപ്പുണ്ടായിട്ടുണ്ടോ? DYFI ഇത് മാത്രമല്ലല്ലോ ചെയ്തിട്ടുള്ളത്. എന്തെല്ലാം ചെയ്തിട്ടുണ്ട് നാട്ടിൽ? അത് രാഷ്ട്രീയം നോക്കിയിട്ടാണോ ചെയ്തിട്ടുള്ളത്? ശ്രീ K. മുരളീധരനെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. DYFI അദ്ദേഹത്തിന്റെ പിതാവ് ശ്രീ K. കരുണാകരൻ എത്ര ബഹുമാനപൂർവമാണ് കണ്ടത് എന്നൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കരുണാകരനോട് ഞങ്ങൾക്ക് ഒരുപാട് വിയോജിപ്പൊക്കെ ഉണ്ട്. കരുണാകരന്റെ പോലീസ് വലിയ തോതിൽ DYFI ആക്രമിച്ചിട്ടുണ്ട്. പക്ഷെ DYFI എന്താണെന്ന് ശ്രീ K. കരുണാകരന് നന്നായിട്ട് അറിയാമായിരുന്നു. അത് സമരത്തിലാണെങ്കിലും സാന്ത്വന പ്രവർത്തനങ്ങളിലാണെങ്കിലും ജീവകാരുണ്യത്തിലാണെങ്കിലും ഒക്കെ. ദുരിതാശ്വാസ ഫണ്ട് ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കൈമാറാൻ വേണ്ടി
അന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് എസ് ശർമ്മയുടെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കൾ സെക്രട്ടേറിയറ്റിൽ ചെന്നു. ഓർക്കണം, കെ കരുണാകരനെ ശക്തമായിട്ട് എതിർക്കുന്ന യുവജന സംഘടന, വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലാണ്, ലാത്തിച്ചാർജ് വെടിവെപ്പൊക്കെ ഉണ്ടായ കാലാണ്. അന്ന് ഫണ്ട് പിരിച്ചിട്ട് കോൺഗ്രസ് ഗവൺമെന്റാണ്, കരുണാകരനാണ് കൊടുക്കില്ല എന്നല്ല തീരുമാനിച്ചത്. ആ ഫണ്ടുമായിട്ട് ചെക്ക് കൈമാറാൻ സെക്രട്ടേറിയറ്റിൽ പോയി, കാണാൻ അനുമതി കൊടുത്തില്ല. ഇവര് തിരിച്ചു വന്നു. ഇതറിഞ്ഞ കരുണാകരൻ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഫോൺ ചെയ്ത് ഒരു കാറ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പറഞ്ഞയച്ച് ആ കാറിൽ ഡിവൈഎഫ്ഐ നേതാക്കളെ വിളിച്ചു വരുത്തി ചെക്ക് സ്വീകരിച്ചതിന്റെ പടമെങ്കിലും ശ്രീ മുരളീധരൻ ഒന്ന് കാണണം. അച്ഛന്റെ പേര് മോശാക്കരുത് എന്നെനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. ശ്രീ കെ കരുണാകരൻ പോലും ഡിവൈഎഫ്ഐ ഏറ്റവും വലിയ സംഘർഷം കരുണാകരന്റെ സർക്കാരുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് ഡിവൈഎഫ്ഐ അങ്ങോട്ടും ശ്രീ കരുണാകരൻ ഇങ്ങോട്ടും സ്വീകരിച്ചൊരു സമീപനമുണ്ട്. അതാണ് രാഷ്ട്രീയത്തിലെ പുലർത്തേണ്ട അന്തസ്സ്. നാടിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇത്തിരി ഇടുങ്ങിയ മനോഭാവം കാണിക്കാൻ പാടില്ല. അതാണ് എനിക്ക് ശ്രീ കെ മുരളീധരനോട് പൊതിച്ചോറിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങൾ പക്ഷേ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലൊന്നും പോകാത്ത പോലെ തോന്നുന്നു. അതാ ഞാൻ ചോദിച്ചത്. പ്രതിസന്ധി ഉണ്ടെന്ന് പറയുമെങ്കിലും അതിന്റെ കാരണം എന്താ? ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും UDFന്റെ നേതൃത്വത്തിലാണ്. അവര് പ്രതിഷേധം അടക്കിപ്പിടിച്ചിരിക്കുകയാണ്. അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അവര് പ്രതിഷേധം അടക്കിപ്പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ പോയി ചോദിച്ചു, എല്ലാവരും പറയുന്ന കാര്യമല്ലേ ഇത്? അവരെല്ലാം നമ്മളോട് പറയുന്നുണ്ട്. തദ്ദേശ UDFന്റെ ജനപ്രതിനിധികൾ, പ്രാദേശിക ജനപ്രതിനിധികൾ, പ്രധാനപ്പെട്ട ആൾക്കാർ പോലും, എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാലോ, ഞാൻ തദ്ദേശ മന്ത്രി ആയിരുന്ന ആളാണല്ലോ, അവര് പലരും പറയുന്നത് ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, നിങ്ങളെന്താ ഒന്നും പറയാത്തതെന്നാണ്. നിങ്ങളൊന്ന് ആഞ്ഞടിക്കൂ എന്ന് ഉപദേശിച്ച കോൺഗ്രസിന്റെയും ലീഗിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷർ വരെ ഉണ്ട്. ഞങ്ങൾക്കോ മിണ്ടാൻ പറ്റില്ല, നിങ്ങളൊന്നും ആഞ്ഞടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഇത് അവർക്ക് വേണ്ടി കൂടിയാണ്. മിണ്ടാൻ പറ്റാത്ത ആ സാധുക്കളായ UDFന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. സർക്കാരിന് അധികാരത്തിലെത്തി ഭരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടക്കുന്നില്ല. നിയമനങ്ങൾ വിവാദമാവുന്ന അത്തരം ഒരു പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ. അല്ല, മുൻഗണനാ വിഷയങ്ങളൊക്കെ അവർ തീരുമാനമെടുത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വേണ്ട ആരോടൊക്കെയാണോ അവർക്ക് ഒബ്ലിഗേഷൻ ഉള്ളത് അതെല്ലാം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ മദ്യത്തിന്റെ നികുതി ഇളവിലൊക്കെ കണ്ടു. അതെല്ലാം അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ വികസനത്തിന്റെ ഒരു വലിയ പങ്ക് നിർവഹിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. അത് നിശ്ചലമായി പോയാൽ എന്താ സ്ഥിതി? ഇപ്പൊ റോഡ് മഴക്കാലാണ്, റോഡ് മെയിൻ്റനൻസ് നടത്തണമെങ്കിൽ മെയിൻ്റനൻസ് ഗ്രാന്റ് കിട്ടണം, വേണ്ടേ? മെയിൻ്റനൻസ് ഗ്രാന്റ് വർദ്ധിപ്പിച്ചത് LDF ഗവൺമെന്റ് ആണ് കേട്ടോ. 6.5%, 5% ഉണ്ടായിരുന്നത് 5.5% ഉണ്ടായിരുന്നത് 6% കൂട്ടി. അതുപോലെ നേരത്തെ പറഞ്ഞു, വികസന ഫണ്ട് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചത് LDF ഗവൺമെന്റ് ആണ്. മെയിൻ്റനൻസ് ഗ്രാന്റ് കിട്ടിയാലേ റോഡിന്റെ കുടിയടയ്ക്കാനും റോഡിന്റെ റിപ്പയറും നടത്താൻ പറ്റൂ. മഴക്കാലമാണ്, പറ്റുന്നില്ല. ഇത് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോ എല്ലാ നിലയിലും ഇത് ബാധിക്കുകയാണ്. കൂടുതൽ ചോദ്യമില്ലെങ്കിൽ നമുക്ക് നിർത്താം. വിഷയത്തില് വിജയൻ എന്ന് പറഞ്ഞ ലേഖനം ചില ആശയക്കുഴപ്പങ്ങളുണ്ടായല്ലോ. പിന്നെ ആ ലേഖനം പ്രസിദ്ധീകരിക്കാതെ സപ്ലിമെന്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അത് ഇന്നിപ്പോ ഒരു മാധ്യമപ്രവർത്തകൻ അത് പൂർണ്ണമായിട്ട് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേര് അങ്ങനെ ചില പേരൊക്കെ വരുന്നതുകൊണ്ട് ഒരു സപ്ലിമെന്റ് ഒരു ദിവസം
മാറ്റിവെക്കുന്ന കാര്യത്തിലേക്ക് ദേശാഭിമാനി പോകേണ്ടതുണ്ടോ? എന്താണ് അങ്ങനെയൊരു കാര്യം? ദേശാഭിമാനി വിഷയത്തിലുള്ള മറുപടി റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് പറഞ്ഞു. ദേശാഭിമാനിന്റെ റെസിഡന്റ് എഡിറ്റർക്ക് അറിയുന്നതിനേക്കാൾ കാര്യം പുറത്തു നിൽക്കുന്ന ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നത് കണ്ട നീ എവിടെ ഇരി, കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയുന്നത് പോലെയാണ്. എന്തായാലും ജനങ്ങൾ ബാധിക്കുന്ന ഗൗരവമായ വിഷയങ്ങളിലൊന്നും ഒരു ചോദ്യവും താല്പര്യവും ഇല്ലെങ്കിലും ദേശാഭിമാനിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ഈ പ്രത്യേക പരിഗണനയ്ക്ക് നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.